കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഫ്രണ്ടിൽ തന്നെയുള്ള കോട്ടിയാടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ആ ഒരു കോട്ടിയാട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാനും അങ്ങനെ വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു കൺസെപ്റ്റില്ല, ഒരു ലുക്ക് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ആ ലിവിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കടപ്പാസ്റ്റോണും പിബിൾസൊക്കെ ഇട്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു കോട്ടിയാട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കോട്ടിയാട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് ഇതിനെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വർക്കൊക്കെ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഒരുപാട് ചെടികളൊന്നും വെച്ചിട്ടില്ല. നമ്മളിവിടെ കജാരിയുടെ വുഡൻ ടൈലാണ് ഇട്ടേക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെടി മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അതൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റും, ലിവിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫുൾ വിഡ്ത്തിൽ തന്നെ നമ്മൾ ഗ്ലാസ് ഡോർ വെച്ചിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിലേക്കും ഗ്ലാസ് ഡോർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെങ്കിലും നമുക്ക് പകലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒട്ടും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പകലൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ആ വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ചൂടൊക്കെ അറിയാലോ, അതുകൊണ്ട് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മുകളിൽ ഫാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തേക്കണേ. പക്ഷെ നമ്മൾ ഈ രണ്ട് സൈഡിലും എന്താ പറയുക, ഗ്രിൽ വർക്കാണ് ചെയ്തത്. അവിടെ ജാളി വർക്കിന് പകരം ഇവിടെ നമ്മൾ ഗ്രില്ലുകൊണ്ട് ഒരു ഡിസൈനാണ് ചെയ്തത്. അപ്പോൾ മുകളിൽ നമ്മൾ ഗ്ലാസ് വിൻഡോ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വിൻഡോ ചെയ്തിട്ടുണ്ട്. അവിടെ മുകളിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊന്നും തെറിക്കില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ താഴെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നമ്മളിതിൻ്റെ ബാക്കിൽ ചെടിയൊക്കെ വെച്ച് ആ ഒരു സെറ്റപ്പ് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ ഈ പൂച്ചയൊക്കെ വരെ ഇതിൽ കയറി വരുന്നതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ എൻ്റെ രീതിയിലൊരു തട്ടിക്കൂട്ട് മോസ്കിറ്റോ നെറ്റ് തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു കർട്ടൺ വെച്ചിട്ടുണ്ട്, ബ്ലൈൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ നല്ല രീതിയിലൊരു എന്താ പറയുക മോസ്കിറ്റോ നെറ്റ് ചെയ്യണം. അപ്പോൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് ഏരിയ ആണ്. അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ബെഞ്ചോ ഒക്കെ ഇടാണെന്ന് തന്നെ അടിപൊളിയായിരിക്കും. ഞാനൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്, എന്താ പറയുക, ബീൻ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെയിലുള്ളതുകൊണ്ടേ നമുക്കിതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ നൈറ്റൊക്കെ ഇവിടെ ഇരിക്കാൻ അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലും നമ്മളിവിടെ ഇട്ടേക്കുന്ന കർട്ടൻ ഒരു എന്താ പറയുക ചെറിയൊരു ഷിയർ കർട്ടൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി ഒരു ബ്ലൈൻഡ്സിൻ്റെ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കോട്ടിയാടിലും നമ്മൾ പ്രൊജക്ടർ ലൈറ്റ് വെച്ചിട്ടുണ്ട്, 3 വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു വിൻഡോ ഈ ഒരു ഇതില്ലേ നമ്മൾ ടെക്സ്ചർ ചെയ്തതിലേക്ക് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ ശരിക്കും മനസ്സിലാവും. ആ ലൈറ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ നേരെ റൂമിലെത്തും. അപ്പോൾ അതിന് സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോട്ടിയാടിൻ്റെ സൈസും ആ ഒരു കോട്ടിയാടിൻ്റെ സെയിം വിഡ്ത്ത് തന്നെയാണ്. ആ ഒരു 2 മീറ്ററാണ് വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് ഏകദേശം 5 to 6 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കോട്ടിയാട് ചെയ്യുമ്പോൾ ടെക്സ്ചർ ചെയ്യുന്നതാണോ, ലാറ്ററൈറ്റ് സ്റ്റോൺ ഒട്ടിക്കുന്നതാണോ, കടപ്പ സ്റ്റോൺ ഇടുന്നതാണോ, ടൈലിടുന്നതാണോ ലാഭം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോസ്റ്റ് ഡിഫറൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.